ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ കൂട്ടുകാരെ, കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന നല്ല ശീലത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 107 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമ്മളിൽ ചിലവരെങ്കിലും പലപ്പോഴുമായി ഈശോയോട് പ്രാർത്ഥിക്കാറുള്ളത് നമുക്ക് എന്തെങ്കിലും ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? ഈശോയെ അത് നടത്തി തരണേ, ഇത് നടത്തി തരണേ എന്നല്ല. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്നത്, നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത്, നല്ല ഭക്ഷണം, നല്ല ഭവനം, ഇത്രയും നല്ല മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, ഇതെല്ലാം ഈശോൻ്റെ സൗജന്യമായ ദാനങ്ങളല്ലേ? ബൈബിളിലെ ഒരു ചെറിയൊരു കഥ നമുക്ക് ഓർത്താലോ? ലൂക്കാസ് സുവിശേഷകൻ്റെ 17 അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് തിരികെ വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞത്. അപ്പോൾ ഈശോ തിരികെ വന്ന ആ ഒരു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, 10 പേരെ ശുദ്ധമാക്കിയില്ലായിരുന്നുവോ? ബാക്കിയുള്ള 9 പേരെവിടെ? ഈ ഒരു സംഭവം നമ്മെ വലിയൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നതും ഐശ്വര്യങ്ങൾ സംഭവിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. എന്നാൽ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാവുക എന്നത് അതിനേക്കാൾ വലിയ കാര്യമല്ലേ? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് നന്ദിയുള്ളവരാകാൻ പഠിക്കാം. ഉദാഹരണത്തിന്, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോയെ, ഈ ഒരു പുതിയൊരു ദിവസത്തിന് നന്ദി. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു ആഹാരത്തിന് നന്ദി. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ മാതാപിതാക്കൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും നന്ദി പറയാൻ നമുക്ക് ഓർക്കാം. 1 തെസ്സലോനിക്ക 5 അധ്യായം 18 വാക്യത്തിൽ ദൈവം നമ്മളോട് ഇങ്ങനെ പറയുന്നു: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുകയും, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അതായത്, നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങളിൽ മാത്രമല്ല, പ്രയാസമുള്ള സമയങ്ങളിലും ഒരുപോലെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പ്ലാനുകൾ വർക്കൗട്ട് ആവാതിരിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം അത് നമുക്ക് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സംഭവിക്കാത്തതല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതാണ്, ഒരിക്കലും നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അതിനേക്കാൾ വലുതായിട്ട് അമർത്തിക്കൊലുക്കി നിറച്ചളർന്ന് ദൈവം നമ്മുടെ കൈകളിൽ കറക്റ്റ് സമയത്ത് വെച്ച് തരും. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പരാതി പറയുന്ന കുട്ടികളാകാതെ ദൈവത്തിൽ വിശ്വസിച്ച് ഓരോ ചെറിയ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്ന കുട്ടികളാകാൻ നമുക്ക് ശ്രമിക്കാം. നന്ദിയുള്ള ഹൃദയമാണ് ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനവും സമർപ്പണവും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.